ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കടൽ തീരത്ത് നിന്നും കുറച്ചു മുൻപ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ബോഡി കിട്ടിയിട്ടുണ്ട്. ഏകദേശം പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ മിസ്സിംഗ് കേസുമായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പോ എന്റെ അച്ഛനും നിന്റെ ചേട്ടൻ പ്രകാശും തമ്മിൽ നടന്ന വാക്ക് തർക്കമൊന്നും നീ അറിഞ്ഞില്ലേ? ഇല്ല. നിന്റെ അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഞാൻ ഏറ്റെടുക്കണമെന്ന് നിന്റെ ചേട്ടൻ വാദിച്ചു. രണ്ടുപേരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല, ചന്ദ്രികാമ്മയുടെ ചുമതല മാത്രമേ ഏറ്റെടുക്കാൻ പറ്റൂ എന്ന് അച്ഛനും വാദിച്ചു. അങ്ങനെ ചന്ദ്രികാമ്മയുടെ ഉത്തരവാദിത്വം എന്റെ തലയിലേക്ക് പഴയതുപോലെ ചാഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാ ഈ രണ്ടുപേരും മിസ്സിംഗ് ആയിരിക്കുന്നെ. ആ കിളവനും കിളവിയും ഇനി ഒരിക്കലും ജീവനോടെ തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ എന്റെ തലയിലാവുമെന്ന് ഭയന്ന് നിന്റെ തള്ള എന്ന ഭാരം അങ്ങ് ഒഴിയുന്നു. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിന്റെ ചേട്ടന് സ്വന്തം തള്ളയോടും തന്തയോടും ഒരൽപ്പം പോലും സ്നേഹമോ കടപ്പാടോ ഇല്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ജന്മം. മൂത്ത മോനായ അയാൾക്കില്ലാത്ത സ്നേഹവും കടപ്പാടും ഒന്നും ഇനി നീ ആയിട്ട് കാണിക്കാൻ നിക്കണ്ട. ഒളിച്ചോട്ടവും ദുരിതവും ഒക്കെ രണ്ടെണ്ണം സ്വയം അങ്ങ് അനുഭവിച്ചോട്ടെ. നീ പോയി നിന്റെ കാര്യം നോക്ക്. മതി. പ്രകാശനല്ലേ മനോജ്? ഹലോ സാർ. ജഗ, ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ വീട്ടിലാണ് സാർ. ഒന്ന് ജില്ലാ ഹോസ്പിറ്റൽ വരെ വരാമോ? ജില്ലാ ഹോസ്പിറ്റലിലോ? എന്താ സാർ? വേറൊന്നുമില്ല ജഗ, ഇത് വെറുതെ ഞങ്ങളുടെ ഒരു നടപടിക്രമമാ, അത്രേ ഉള്ളൂ. കടൽ തീരത്ത് നിന്നും കുറച്ചു മുൻപ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ബോഡി കിട്ടിയിട്ടുണ്ട്. ഏകദേശം പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ മിസ്സിംഗ് കേസുമായിട്ട് യോജിക്കുന്നുണ്ട്. ഇത് അതൊന്നും ആയിരിക്കില്ല. ഞാൻ വരാം സാർ. പെട്ടെന്ന് വരണം, ഞാനങ്ങോട്ട് പോവാ. ശരി സാർ. ജഗ, എസ് ആണോ? എന്താ പറഞ്ഞേ? അത് പിന്നെ എന്നോട് അങ്ങോട്ടൊന്ന് പോവാൻ. നമ്മള് പരാതി റിട്ടേണായിട്ട് കൊടുത്തില്ലല്ലോ.
അതായിരിക്കും. ഞാനൊന്ന് പോയിട്ട് വരാം. ജഗൻ എന്തോ ഒളിക്കുക. അച്ഛനും അമ്മയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്നല്ലേ അയാൾ പറഞ്ഞത്? എന്താ ജഗ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ. ജഗന്റെ മുഖം കണ്ടാൽ അറിയാം അവിടെ എന്തോ ആപത്ത് നടന്നിട്ടുണ്ടെന്ന്. ജഗ, അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. എന്റെ അച്ഛനും അമ്മയും ജീവനോട് ഉണ്ടെന്നെങ്കിൽ എനിക്കറിയണം. ജഗ, ഒന്നും ഒളിക്കരുത് പ്ലീസ്. പറ. ഈശ്വര, ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ കുറച്ച് കരച്ചലും വിളിയും. ഓ, ജഗനെ ഒന്ന് കാണണമെന്നല്ലേ അയാള് പറഞ്ഞുള്ളൂ. ജഗൻ വേഗം പോയി കാണാൻ നോക്ക്, ഞാനും വരാം. വേണ്ട, ഇനി ഒരു സേവനവും വേണ്ട. സൽസ്വഭാവിയായ മൂത്ത മകൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്ത മഹത്തായ സേവനങ്ങൾ കൊണ്ടൊക്കെ തൃപ്തിയായി. ഇനി ഒന്നിനും മെനക്കെടണമെന്നില്ല. അച്ഛനും അമ്മയും പങ്കുവെച്ച് അമ്മയുടെ അന്നത്തിനുള്ള പണം കൂടി ലാഭത്തിന്റെ പെട്ടിയിലാക്കിയില്ലേ? എന്നിട്ടും ആ പാവങ്ങളെ ഒരു അന്ത്യ സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? അവര് പെരുവഴിയിലേക്ക് എറിഞ്ഞു കൊടുത്തത് വയസ്സുകാലത്ത് അവർക്ക് തണലാവേണ്ട മൂത്ത മകനായ നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ടും എന്തിനാ എസ് ഐയെ കാണാൻ വരുന്നത്? അച്ഛനെ അമ്മയെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിന് തന്നെ അവരെ തുരത്താനുള്ള കുതന്ത്രമായിട്ടാണോ? അങ്ങനെ മതി. പഴി ചാരാനുള്ള സമയമല്ലത്. നിനക്ക് വേണമെങ്കിൽ വരാം. ഞാനും വരാം. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറാം. ശരി. എന്താ വിനുവേട്ടാ? എന്താ പറ്റിയെന്ന് പറ. വിനുവേട്ട എന്തിനാ ഇങ്ങനെ കരയുന്നേ? അച്ഛനമ്മയ്ക്ക് എന്താ പറ്റിയേ? അവരെവിടെ പോയെന്ന്? മാനത്തെ കൊട്ടാരം